അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ദൈവവചനം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും വീണ്ടും വരാമെന്ന് അരുളി ചെയ്തവനായ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ ഞാൻ എൻ്റെ സ്നേഹവന്ദനം അറിയിക്കുന്നു. ഇന്ന് നാം പഠിക്കുവാൻ തുടങ്ങുന്നത് 10ഉം 13ഉം സങ്കീർത്തനങ്ങൾ ആണ്. ഈ രണ്ട് അനുഗ്രഹിക്കപ്പെട്ട സങ്കീർത്തനങ്ങളും ദാവീദാണ് എഴുതിയതെന്ന് ചിന്തിക്കുന്നതിൽ തെറ്റില്ല. കഷ്ടകാലത്തും മറിഞ്ഞിരിക്കുന്ന ഒരു ദൈവത്തെക്കുറിച്ചാണ് 10ാം സങ്കീർത്തനത്തിൽ സങ്കീർത്തനക്കാരൻ വിവരിക്കുവാൻ ശ്രമിക്കുന്നത്. 10ാം സങ്കീർത്തനം 1-ാം വാക്യത്തിൽ താൻ പറയുകയാണ്, യഹോവേ, നീ ദൂരത്ത് നിൽക്കുന്നത് എന്ത്? കഷ്ടകാലത്ത് നീ മറഞ്ഞു കളയുന്നതും എന്ത്? പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ പ്രതീക്ഷിക്കാത്ത സമയത്ത് പ്രതിസന്ധികൾ കൊടുങ്കാറ്റ് പോലെ ആഞ്ഞു വീശുമ്പോൾ നമ്മുടെ സ്നേഹിതർക്കോ പ്രിയപ്പെട്ടവർക്കോ പോലും നമ്മെ സഹായിക്കുവാൻ കഴിയാത്ത വിധം നാം കഷ്ടത്തിലായിരിക്കുമ്പോൾ ദൈവത്തോട് നാം ഉറക്കെ നിലവിളിക്കാറുണ്ട്, കർത്താവേ, ഇതെന്തുകൊണ്ട്? അപ്പോൾ ഉത്തരം ലഭിക്കുകയില്ല. മുകളിലോട്ട് നോക്കിയാൽ ആകാശവും താഴേക്ക് നോക്കിയാൽ ഏറ്റവും ഉയർന്ന പർവ്വതം പോലും കാണുവാൻ സാധിക്കാത്ത വിധം വെള്ളവും മാത്രമുണ്ടായിരുന്ന നോഹയുടെ ജലപ്രളയ കാലത്ത് ഒരുപക്ഷെ നോഹയും ചിന്തിച്ചു കാണും, യഹോവേ, എത്ര നാൾ ഇപ്രകാരം പ്രതിസന്ധിയിൽ ജീവിക്കേണ്ടി വരും എന്ന്. മൃഗങ്ങളുടെയും പക്ഷികളുടെയും ശബ്ദം മാത്രം കേൾക്കാം. നോഹ ഉൾപ്പെടെ 8 മനുഷ്യർ മാത്രം ആ സമയത്ത് നോഹയുടെ പെട്ടകത്തിലുണ്ടായിരുന്നു. കിളിവാതിൽ അടച്ചത് ദൈവമാണെങ്കിലും അതിനുശേഷം ദൈവത്തിൻ്റെ ശബ്ദമൊന്നും കേൾക്കാതിരുന്ന ആ സമയങ്ങളിൽ പെട്ടകം എങ്ങോട്ടാണ് പോകുന്നത്, അഥവാ എങ്ങോട്ടാണ് പെട്ടകത്തെ നയിക്കേണ്ടത് എന്ന് യാതൊരു അറിവുമില്ലാതിരുന്ന സമയത്ത് നോഹയ്ക്ക് ആശ്രയിക്കുവാൻ യഹോവയാ ദൈവമുണ്ടായിരുന്നു. കൂടെ താമസിക്കുന്നവർ വിശ്വസ്തരും വിശ്വസിക്കുന്നവരും അല്ല എന്ന് നോഹയ്ക്കറിയാം. എങ്കിലും നോഹ യഹോവയുടെ വാക്കിൽ ഉറച്ച് വിശ്വസിച്ചു. ദൈവമൊന്നും സംസാരിക്കുന്നില്ലല്ലോ എന്ന ചിന്ത നോഹയെ ഭരിച്ചിരുന്നിരിക്കാം. ആ സമയത്ത് നോഹ ചിന്തിച്ചു കാണും, യഹോവ മറഞ്ഞിരിക്കുന്നു എന്ന്. അതുപോലെ തന്നെ ജോസഫ് ഏകദേശം 13 വർഷക്കാലം മാതാപിതാക്കളെ കാണുവാൻ കഴിയാതെ പോത്തിഫറിൻ്റെ വീട്ടിലും കുണ്ടറയിലുമായി ജീവിതം നയിച്ചപ്പോൾ ചിന്തിച്ചു കാണും, യഹോവ മറഞ്ഞിരിക്കുന്നത് എന്ത് എന്ന്. തീർന്നില്ല. ജോസഫിൻ്റെ അപ്പനായ യാക്കോബ് തീരുമാനിച്ചു, ഇനി ജോസഫിൻ്റെ മുഖം താൻ കാണുകയില്ല എന്ന്. തൻ്റെ മകനായ ജോസഫ് എവിടെ ഉണ്ടെങ്കിലും ഒന്ന് കാണിച്ചു തരണമെന്ന് പ്രാർത്ഥിക്കുവാനുള്ള സാഹചര്യം പോലും യാക്കോബിന് ലഭിച്ചില്ല. അവനും ചിന്തിച്ചു കാണും, എൻ്റെ മകൻ കാട്ടുമൃഗം കടിച്ച് തിന്നുവാൻ തക്കവണ്ണം ദൈവം കൈവിട്ടത് എന്ത് എന്ന്. ദർശനം കണ്ടവരായ എൻ്റെ മകനെയും എന്നെയും വിട്ട് ദൈവം ദൂരത്ത് നിന്നത് എന്ത് എന്ന് യാക്കോബ് ഒരുപക്ഷെ ചിന്തിച്ചു കാണും. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവമകനെ, ദൈവമകളെ, നാം കേട്ട ഓരോ വ്യക്തികളുടെയും ജീവിതത്തിൽ കടന്നു വന്ന പോലെ ഏതെങ്കിലും പ്രതിസന്ധികളിലാണോ ജീവിക്കുന്നത്? അവരുടെ എല്ലാം ജീവിതത്തിൽ യഹോവ അഥവാ കർത്താവായ യേശു ക്രിസ്തു എന്ത് ചെയ്തു എന്ന് നാം മനസ്സിലാക്കിയാൽ നമ്മുടെ ജീവിതത്തിൽ വരുന്ന ഏത് കഷ്ടതയ്ക്കും പ്രതിസന്ധിക്കും ദൈവത്തിനൊരു ഉദ്ദേശമുണ്ടെന്ന് മനസ്സിലാക്കുവാൻ നമുക്ക് കഴിയും. യേശുവിൻ്റെ സ്നേഹിതനായ ലാസർ ദീനം പിടിച്ചു കിടക്കുമ്പോൾ വിവരം അറിയിച്ചെങ്കിലും യേശു ചെന്നില്ല. എല്ലാറ്റിനും കർത്താവിനൊരു സമയമുണ്ട്. അവൻ സകലവും നന്നായി ചെയ്യുന്നവനാണ്. നാം അവന് വേണ്ടി കാത്തിരിക്കണമെന്ന് മാത്രം. യെശയ്യാ പ്രവചനം 45-ാം അധ്യായം 15-ാം വാക്യത്തിൽ ഇപ്രകാരം രേഖപ്പെടുത്തിയിരിക്കുന്നു, ഇസ്രയേലിൻ്റെ ദൈവവും രക്ഷിതാവുമായുള്ളോവേ, നീ മറഞ്ഞിരിക്കുന്ന ദൈവമാകുന്നു. 13-ാം സങ്കീർത്തനം 1-ാം വാക്യത്തിൽ ദൈവം മറക്കുകയും മുഖം മറയ്ക്കുകയും ചെയ്യുന്നുവെന്ന് സങ്കീർത്തനക്കാരൻ സങ്കടപ്പെടുകയാണ്. 22-ാം സങ്കീർത്തനം 1-ാം വാക്യത്തിൽ ദൈവമേ, നീ കൈവിട്ടത് എന്ത്? അകന്നു നിൽക്കുന്നത് എന്ത് എന്ന് സങ്കീർത്തനക്കാരൻ ആവലാതി പറയുന്നു. 42-ാം സങ്കീർത്തനം 9-ാം വാക്യത്തിലും നീ എന്നെ മറന്നത് എന്ത് എന്ന് ദൈവത്തോട് ചോദിക്കുകയാണ്. 43-ാം സങ്കീർത്തനം 2-ാം വാക്യത്തിൽ നീ എന്നെ തള്ളിക്കളഞ്ഞത് എന്ത് എന്ന് പരാതിപ്പെടുന്ന എഴുത്തുകാരനെ നമുക്ക് കാണുവാൻ കഴിയും. ദൈവം നമ്മുടെ കഷ്ടകാലത്തും പ്രതികൂലങ്ങളിലും മറഞ്ഞിരിക്കുന്നതിൻ്റെയും മറുപടി താമസിക്കുന്നതിൻ്റെയും കാരണം നമുക്കിന്ന് മനസ്സിലാക്കുവാൻ ദൈവം ഇടവരുത്തും. നോഹയുടെ പ്രതികൂല സമയത്ത് നോഹ ദൈവശബ്ദമൊന്നും കേൾക്കുന്നുണ്ടായിരുന്നില്ല. എങ്കിലും നോഹയും ദൈവവുമായ ഒരു പലകയുടെ വ്യത്യാസം മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. 29-ാം സങ്കീർത്തനം 10-ാം വാക്യത്തിൽ ഇപ്രകാരം രേഖപ്പെടുത്തിയിരിക്കുന്നു, യഹോവ ജലപ്രളയത്തിന്മീതെ ഇരുന്നു, യഹോവ എന്നേക്കും രാജാവായി ഇരിക്കുന്നു. വെള്ളം എത്ര ഉയർന്നാലും നോഹയുടെ പെട്ടകം വെള്ളത്തിൻ്റെ മുകളിൽ തന്നെ ഒഴുകി നടക്കും. നോഹയ്ക്ക് പ്രളയജലത്തിൽ പെട്ടകം എങ്ങോട്ട് കൊണ്ടുപോകണമെന്ന് നിശ്ചയമില്ലെങ്കിലും ജലപ്രളയത്തിന്മീതെ അഥവാ പെട്ടകത്തിന്മീതെ സിംഹാസനം ഇട്ടിരിക്കുന്ന യഹോവ രാജാതി രാജാവാണ്. അവന് എല്ലാറ്റിലും നിയന്ത്രണമുണ്ട്. അവൻ സകലത്തെയും ഭരിക്കുന്നു. അവനെല്ലാം കൺട്രോൾ ചെയ്യുന്നവനാണ്. പെട്ടകത്തെയും പെട്ടകത്തിലുള്ളവരെയും സംരക്ഷിക്കുവാൻ അവൻ ശക്തനാണ്.
തന്നോട് മഴയെക്കുറിച്ച് അരുളപ്പാട് തന്ന യഹോവ അവൻ്റെ വാക്കു പാലിച്ച് മഴ പെയ്യിച്ച് ജലപ്രളയമുണ്ടാക്കിയെങ്കിൽ അതിൽ നിന്നും രക്ഷപ്പെടുത്തുവാനും ദൈവത്തിന് കഴിയുമെന്ന് നോഹ വിശ്വസിച്ചു. ജീവരക്ഷയ്ക്കായി പെട്ടകത്തിൽ കയറുവാനാണ് നോഹയോട് യഹോവ കൽപ്പിച്ചതെന്ന് ഉൽപ്പത്തി പുസ്തകം 6 അധ്യായം 18-19 വാക്യങ്ങളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. ആ പെട്ടകം ജീവനാശത്തിനായി തീരുവാൻ യഹോവ സമ്മതിക്കുകയില്ലല്ലോ. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവമകനെ, ദൈവമകളെ, ഞാൻ നിന്നെ ഒരു നാളും കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയുമില്ല എന്ന് യേശു കർത്താവ് നമുക്ക് വാക്ക് തന്നിട്ടുണ്ട്. അവൻ ഇന്നുവരെയും വാക്ക് മാറിയിട്ടില്ല. ആകയാൽ ധൈര്യപ്പെടുക, അവൻ വാക്ക് പാലിക്കുക തന്നെ ചെയ്യും. ജോസഫിൻ്റെ കാര്യമെടുത്താൽ താൻ കണ്ട ദർശനം സഫലമാകണമെങ്കിൽ തനിക്ക് ദൈവം തന്ന ദർശനത്തെ ആദരിക്കാത്ത അപ്പൻ്റെയും സഹോദരന്മാരുടെയും ഭവനത്തിൽ നിന്നും മാറി താമസിക്കേണ്ടത് അത്യാവശ്യമായിരുന്നു. ദൈവം തരുന്ന ദർശനങ്ങളിൽ വിശ്വസിക്കാത്ത ഒരു വ്യക്തിയുമായി എന്നെ കേൾക്കുന്ന പ്രിയ ദൈവമകനെ, ദൈവമകളെ, നമുക്ക് കൂടുതൽ സമ്പർക്കം ഉണ്ടാകുവാൻ ഇടവരുത്തരുത്. കാരണം നമ്മെ ദൈവത്തിൻ്റെ ദർശനത്തിൽ നിന്നും തന്നെയല്ല, ദൈവത്തിൽ നിന്നും തന്നെ അങ്ങനെയുള്ളവർ അകറ്റിക്കളയുവാൻ ഇടവരും. പോത്തിഫറിൻ്റെ ഭവനത്തിലും കുണ്ടറയിലും ജോസഫിൻ്റെ ദർശനത്തെ അംഗീകരിക്കാത്തവർ ഉണ്ടായിരുന്നില്ല. എപ്പോഴും ദൈവിക വിഷയങ്ങളിൽ വളർച്ച പ്രാപിക്കുവാൻ ആസാഫിനെ പോലെ ഇടപെടാതെ ബാധിതനാകുന്നതാണ് നല്ലതെന്ന് ജോസഫിന് കർത്താവ് മനസ്സിലാക്കി കൊടുത്തത് ഫറവോൻ്റെ രണ്ടാമനായി മിസ്രൈമിൽ ഭരിക്കുമ്പോഴായിരുന്നു. അവൻ തന്നെ പറയുന്ന വാക്കുകൾ ഇപ്രകാരമായിരുന്നു: എൻ്റെ കഷ്ടതയും പിതൃഭവനവും യഹോവ മറക്കുമാറാക്കി. ഉൽപ്പത്തി പുസ്തകം 41 അധ്യായം 51 വാക്യത്തിൽ ഇത് രേഖപ്പെടുത്തിയിരിക്കുന്നു. യഹോവ ജോസഫിനോട് കൂടെ തന്നെ ഉണ്ടായിരുന്നുവെന്ന് പോത്തിഫറിന് മാത്രമല്ല ഫറവോനും മനസ്സിലായി. അത്രമാത്രം യഹോവ ജോസഫിനെ മാനിച്ചു. യാക്കോബിൻ്റെ ദുഃഖവും പ്രതിസന്ധിയും മാറിയത് ജോസഫിനെ ജീവനോടെ കണ്ടപ്പോൾ മാത്രമായിരുന്നു. യാക്കോബിൻ്റെ ദൈവം യാക്കോബിനോട് നന്മയല്ലാതെ ഒന്നും ചെയ്യുകയില്ല എന്ന് യാക്കോബിന് അന്ന് വ്യക്തമായി മനസ്സിലായി. നിൻ്റെ മകന് ഞാൻ കൊടുത്ത ദർശനം എത്ര പ്രയാസമേറിയതാണെങ്കിലും ഞാൻ നിവർത്തിക്കുമെന്ന് നിൻ്റെ മകനോട് പറയേണ്ടതിന് പകരം ഞാനും നിൻ്റെ അമ്മയും നിൻ്റെ മുമ്പിൽ വണങ്ങുമോ എന്നല്ലേ നിൻ്റെ മകൻ ജോസഫിനോട് നീ ചോദിച്ചത്. അതുകൊണ്ട് ഞാൻ അവന് കൊടുത്ത ദർശനം അവനെ നിവർത്തിച്ച് കൊടുത്തതിന് ശേഷം നീ അവനെ കണ്ടാൽ മതിയെന്ന് ഞാൻ തീരുമാനിച്ചു. അതുകൊണ്ടാണ് നിൻ്റെ മകൻ ജോസഫിന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ പോലും ഞാൻ അവസരം തരാതിരുന്നത് എന്ന് ദൈവം യാക്കോബിനോട് വാക്കും ഭാഷണവും കൂടാതെ പറയുകയാണ്. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവമകനെ, ദൈവമകളെ, ദൈവത്തിൻ്റെ ദർശനത്തിലോ വാഗ്ദാനങ്ങളിലോ ഒരിക്കലും സംശയിക്കരുത് എന്ന് കർത്താവ് നമ്മെ ഈ ഭാഗങ്ങളിൽ കൂടി പഠിപ്പിക്കുകയാണ്. ദീനം പിടിച്ച കാര്യം ലാസറിൻ്റെ സഹോദരന്മാർ യേശുവിനെ അറിയിച്ചുവെങ്കിലും മരിച്ച് നാറ്റം വെച്ചതിന് ശേഷമേ യേശു ചെന്നുള്ളൂ. മാർത്തിയെയും മറിയായെയും ചില യഹൂദന്മാർ പരിഹസിച്ചു കാണും. യേശുവിൻ്റെ പിന്നാലെ നടന്നിട്ട് എന്ത് കിട്ടിയെന്ന ചോദ്യം ഉന്നയിച്ചുകൊണ്ടായിരുന്നു അവരുടെ സംസാരം തന്നെ. ചില യഹൂദന്മാർ പറഞ്ഞത് കുരുടൻ്റെ കണ്ണ് തുറന്നവന് ലാസറിനെ മരിക്കാതാക്കുവാൻ കഴിഞ്ഞില്ലയോ എന്നാണ്. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, സങ്കീർണമായ പ്രതിസന്ധികളിൽ കൂടി കടന്നു പോകുമ്പോൾ ആശ്വസിപ്പിക്കുമെന്ന് നാം ചിന്തിക്കുന്നവർ വഴിമാറി കടന്നുപോയാലും ആശ്വസിപ്പിക്കുന്നവൻ നമ്മുടെ സമീപത്ത് തന്നെയുണ്ട് എന്ന് നാം ഓർത്തുകൊള്ളണം. തൻ്റെ ശിഷ്യന്മാർ വിശ്വസിക്കുന്നതിന് ഒരു മുഖാന്തരമായി തീരുവാനാണ് യേശു 4-ാം ദിവസം ലാസറിനെ ഉയർപ്പിക്കുവാനായി പോകാമെന്ന് ചിന്തിച്ചത്. മരിച്ച മനുഷ്യൻ്റെ ആത്മാവ് 3 ദിവസം വരെ ശവശരീരത്തിന് ചുറ്റും സഞ്ചരിക്കുമെന്ന യഹൂദൻ്റെ വിശ്വാസം തെറ്റാണെന്ന് തെളിയിക്കുന്നതിന് വേണ്ടിയുമാണ് ലാസറിൻ്റെ കല്ലറക്കൽ യേശു 4-ാം നാൾ എത്തിയത്. നാറ്റം വെച്ച ലാസറിനെ ഉയർപ്പിച്ച യേശുവിന് നമ്മുടെ ജീവിതത്തിൽ എത്ര വലിയ പ്രശ്നങ്ങൾക്കും പരിഹാരം തരുവാൻ കഴിയുമെന്ന് കർത്താവ് ഈ ഭാഗത്ത് നമ്മെ പഠിപ്പിക്കുന്നു. കണ്ണിനും നട്ടലിനും സ്പൈനൽ കോഡിനും കാലിനും സകല മാംസപേശികൾക്കും ക്ഷതം സംഭവിച്ച് അസ്ഥിയിൽ നിന്നും മാംസം ജീർണിച്ച് താഴെ വീഴുവാൻ ഏകദേശം 4 ദിവസം മതിയാകും എന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. ശരീരം അഴുകിക്കഴിഞ്ഞ ലാസറിനെയാണ് തൻ്റെ വചനത്താൽ അവൻ മരണത്തിൽ നിന്നും മടക്കി വരുത്തിയത്. അങ്ങനെയെങ്കിൽ നമ്മുടെ പ്രിയപ്പെട്ടവരെയും മക്കളെയും പാപസ്വഭാവത്തിൽ നിന്നും രോഗത്തിൽ നിന്നും രക്ഷിക്കുവാൻ യേശുവിന് ഒരു പ്രയാസവും ഉണ്ടാവുകയില്ല. നാം അവൻ്റെ മുഖത്തേക്ക് നോക്കി യാത്ര ചെയ്താൽ മാത്രം മതിയാകും. നാം നമ്മുടെ യേശുവിനെ അനുസരിച്ചാൽ നമ്മുടെ മക്കൾ നമ്മെ അനുസരിക്കും. ദൈവം നമ്മെ വിട്ട് മറയുന്നുവെന്ന് നമുക്ക് തോന്നിയാലും, നമ്മുടെ കഷ്ടത കർത്താവ് കാണുന്നില്ല എന്ന് നാം ചിന്തിച്ചാലും,
കർത്താവ് നമ്മുടെ തോന്നൽ പോലെയും നാം ചിന്തിക്കുന്നത് പോലെയും നമ്മെ വിട്ട് ദൂരത്തായിരിക്കുന്നില്ല. കാരണം 91 സങ്കീർത്തനം 15 വാക്യത്തിലും മത്തായി എഴുതിയ സുവിശേഷം 28 അധ്യായം 20 വാക്യത്തിലും മറ്റനേകം വാക്യങ്ങളിലും ദൈവം നമുക്ക് വാക്ക് തന്നിട്ടുണ്ട്. കഷ്ടകാലത്ത് ദൈവം നമ്മോട് കൂടെ ഇരിക്കും എന്നും കഷ്ടങ്ങളിൽ ദൈവം ഏറ്റവും അടുത്ത തുണയായിരിക്കുമെന്നും യേശു ലോകാവസാനത്തോളം എല്ലാ നാളും നമ്മോട് കൂടെ ഇരിക്കും എന്നുമാണ് ആ വാഗ്ദാനം. നാം യേശുവിൻ്റെ വാഗ്ദാനങ്ങളാണ് ഓർക്കേണ്ടത്, പ്രതിയോഗിയുടെ ഭീഷണിയല്ല. നാം കേട്ട ഭക്തന്മാരെല്ലാം വലിയ കഷ്ടങ്ങളിൽ കൂടി കടന്നുപോയി. അവരെല്ലാം തക്ക സമയത്ത് അവരെ എല്ലാവരെയും കർത്താവ് തക്ക സമയത്ത് വിടുവിച്ചു. അവരെല്ലാവരും ദൈവമുഖത്തേക്ക് നോക്കി കർത്താവ് എന്തു പറയുന്നുവോ അത് ചോദ്യം ചെയ്യാതെ അനുസരിച്ചു കൊണ്ടാണ് ജീവിച്ചിരുന്നത്. നോഹ ദൈവത്തെ അനുസരിച്ചു. യാക്കോബ് ദൈവത്തെ ഭയമുള്ളവനായിരുന്നു. ജോസഫ് പാപത്തെ വെറുക്കുന്നവനായിരുന്നു. യഹോവ അവനോട് കൂടെ ഉണ്ടായിരുന്നു. നാറ്റം വെച്ച ലാസർ യേശുവിൻ്റെ കൽപ്പനകൾ അനുസരിച്ചു കൊണ്ട് അവനെ സ്നേഹിച്ചവനായിരുന്നു. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവമകനെ, ദൈവമകളെ, നാമും യേശുവിൻ്റെ വചനം അനുസരിച്ച് ജീവിച്ചാൽ നിശ്ചയമായും അവൻ നമ്മുടെ വലങ്കരം പിടിച്ച് നമ്മെ ഈ ഭൂമിയിൽ നടത്തി ലക്ഷ്യത്തിലെത്തിക്കുകയും പിന്നത്തേതിൽ നമ്മെ മഹത്വത്തിലേക്ക് കൈക്കൊള്ളുകയും ചെയ്യും. ആകയാൽ നമുക്കും യേശുവിനെ അനുസരിച്ച് പാപത്തെ വെറുത്ത് ഈ ഭൂമിയിൽ ദൈവവചനം അനുസരിച്ച് ജ്യോതിഷികളെപ്പോലെ തിളങ്ങുകയും നിത്യജീവൻ അവകാശികളായി തീരുകയും ചെയ്യാം. അതിന് കർത്താവ് നമ്മെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളിൽ നിന്നും വിരമിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന സ്വർഗീയ പിതാവേ, നല്ല വചനത്തിനായി അങ്ങേ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. എന്നെ കേൾക്കുന്ന ഏതെങ്കിലും പ്രിയപ്പെട്ടവർ സമാധാനമില്ലാതെ ആയിരിക്കുന്നെങ്കിൽ അങ്ങ് അവർക്ക് സമാധാനം കൊടുത്ത് സഹായിക്കണമേ. രോഗത്താൽ ഭാരപ്പെടുന്നവർക്ക് രോഗസൗഖ്യം കൊടുക്കണമേ. പഠിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് പഠിക്കുവാനുള്ള ബുദ്ധിയും ജ്ഞാനവും ഓർമ്മശക്തിയും കൊടുക്കണമേ. അങ്ങയുടെ വചനം വായിക്കുവാനും ഗ്രഹിക്കുവാനും അതിന് പ്രകാരം ജീവിക്കുവാനും അടിയനെ കേൾക്കുന്ന അങ്ങയുടെ കുഞ്ഞുങ്ങളെ സഹായിക്കണമേ. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. സ്തോത്രം.